നമ്മൾ സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ കാണാൻ പോയി. സിനിമ കണ്ടതിന് ശേഷമുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. സിനിമ കാണാൻ പോയപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ തന്നെ നമ്മളെ പ്രതീക്ഷ തെറ്റിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു ആദ്യ ഷോ തന്നെ. അപ്പൊ തന്നെ സന്തോഷമായി. കാരണം ആളുകളുടെ ഇടയിൽ നിന്ന് സിനിമ കാണുന്ന ഫീൽ എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ ഫീലാണ്. അതും ഒരു റിലീസ് സിനിമ. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് വരാം. സൗബിൻ സാഹിർ, ബാലു വർഗീസ്, ശ്രീനാഥ് ബാസി, ഗണപതി, ചന്തു, ദീപക് എന്നിങ്ങനെയുള്ള വലിയൊരു താരനിര ഈ ഒരു സിനിമയിലുണ്ട്. താരങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അതിന് തന്നെ വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അത്രയധികം ഫേമസ് ആയിട്ടുള്ള നടന്മാർ ഈ ഒരു സിനിമയിലുണ്ട്. മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടുള്ള ജാനമൻ എന്ന സിനിമ എടുത്ത ചിദംബരം എന്ന ആളാണ് ഈ ഒരു സിനിമയ്ക്ക് കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗംഭീര കഥയും അതിനൊത്ത ഒരു സംവിധാനവും അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംവിധായകന്റെ സിനിമ എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ്. അതിനുശേഷം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണം. കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. അതും കണ്ണിന് സുഖമുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറിട്ട ഒരു കാഴ്ച അനുഭൂതി നമുക്ക് ഈ സിനിമ നൽകുന്നുണ്ട്. സിനിമയുടെ കാഴ്ചകൾ ഈ ഒരു സിനിമയുടെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്രമേൽ സമ്പന്നമാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് തന്നിട്ടുള്ള കാഴ്ചകൾ. അതിപ്പോ മനോഹര കാഴ്ചകളാണെങ്കിലും ശരി, പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണെങ്കിലും ശരി, ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരു പേരുണ്ട്. സുഷീൻ ശ്യാം എന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ BGM വർക്ക് ഈ സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് സുഷീൻ ശ്യാമിന്റെ BGM വർക്ക്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് പല ഇന്റർവ്യൂവിലും പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സിനിമ നിങ്ങൾ ഞെട്ടിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. വേറെ ലെവലായിരുന്നു. അതായത് സംവിധാനവും അതുപോലെ തന്നെ ഈ ഛായാഗ്രഹണവും ഈ BGM കൂടി വന്നപ്പോൾ ഈ ഒരു സിനിമ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ TV-യിലും അതുപോലെ തന്നെ മൊബൈലിലൊന്നും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. പിന്നെ എടുത്ത് പറയേണ്ടത് വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് ആണ്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിൽ ഈ ഭാഗം വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത വിധത്തിൽ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ബോയ്സ് ഗാങ്ങിന്റെ ആനന്ദം, ആഘോഷം, ആഹ്ലാദം, അതുപോലെ തന്നെ എടുത്തുചാട്ടം എല്ലാം തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കും അതുപോലെ തന്നെ യുവത്വം കഴിഞ്ഞുപോയ ആളുകൾക്കും അവരുടെ ലൈഫുമായിട്ട്, അതായത് അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഈ സിനിമ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നല്ല, ആളുകളുടെ ഉള്ളിലേക്ക് തന്നെ ഈ സിനിമ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് നെഞ്ചിരിപ്പ് കൂട്ടുന്ന, ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ OTT-ൽ വരുന്നവരെ, മൊബൈലിൽ വരുന്നവരെ, TV-ൽ വരുന്നവരെ ഒന്നും കാത്തിരിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സംവിധാനവും ഛായാഗ്രഹണവും മ്യൂസിക്കും, ഇത് മൂന്നും നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല് അത് വേറെ ലെവൽ ഫീലാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.